എടാ, ഇന്നത്തെ വീഡിയോ ഞാനൊരു സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവാണ്. എനിക്ക് നെറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബെഡ് വാർ സീരീസും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജന്മത്തീർന്നും കൊണ്ട് പോകത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവാണ്. എൻ്റെ അമ്മ എന്ന് ഗെയിം ഡിലീറ്റ് കളയുന്ന അന്ന് വരെ. അധികം കണ്ടെന്ന് വർത്താനം പറയാൻ നമുക്ക് നേരെ ആദ്യത്തെ കാര്യങ്ങളിൽ കിടക്കാം. നേരെ പോയി ഞാൻ ഒരു വുഡൊക്കെ ചോപ്പ് ചെയ്യട്ടെ. ചെസ്റ്റൊക്കെ ഉണ്ടല്ലോ, എപ്പോൾ നോക്കിയാൽ വുഡ് ചോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്പോൺ പോയിൻ്റ് അടുത്തുള്ള മരമൊന്നും വെട്ടണ്ട. നമുക്ക് ഇതിങ്ങനെ ദൂരെ പോയിട്ട് മരമെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ സാപ്ലിങ് അവിടെ നട്ട് വെക്കാം. അപ്പോൾ നമുക്ക് മരം അവിടെ നിന്ന് വെക്കാം. അല്ലാണ്ട് നമ്മളിപ്പം അവിടെ ഒന്നും മരം ഇല്ലാതെ ഇരുന്നാൽ ഭയങ്കര ശോകമായിരിക്കില്ലേ. അവിടെ മരമൊക്കെ വേണം. അപ്പം ഇനി ഞാൻ ഈ മരമൊക്കെ അങ്ങ് വിട്ടിട്ട് മെസ്സേജ് എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളവിടെ ബേസിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ സാധനത്തിനൊക്കെ തല്ലിക്കൊന്നതിൻ്റെ ഫുഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിവിടെ ഇനി ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാക്കിയാണ്. ഗെയിമിലിപ്പോൾ കോപ്പർ ആർമറുണ്ട്. ഞാൻ കുറച്ച് കോപ്പറും കോളൊക്കെ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അയ്യോ, വിശക്കണ്. ഈ വേൾഡിലെ ആദ്യത്തെ നൈറ്റ് ഞാനിന്ന് ഉറങ്ങാൻ പോവാണ്. വാവ്, സുന്ദരമായ രാത്രി, ആകാശം കണ്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുത്ത പണിക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ കോപ്പർ സ്മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ആർമർ ഉണ്ടാക്കാം. ഹെൽമെറ്റ്, പാൻറ്റ്, അത്ര തന്നെയുള്ളൂ. ചെസ്റ്റ് പ്ലേറ്റ് നമുക്ക് നേരത്തെ കിട്ടിയില്ല. ബൂട്ടിനുള്ളതായി ഒരു പുത്തൻ ബൂട്ടും. കണ്ട തിളങ്ങണ തിളക്കം കണ്ട. അങ്ങനെ നമ്മൾ ഫുൾ ആർമറി. ഇനി അത്ര പെട്ടെന്നൊന്നും ഒരുത്തനെ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. അല്ല, നമുക്കല്ല, അവർക്ക് നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല. ഇവിടെ ഈ മൈൻക്രാഫ്റ്റിലെ പോണ്ടിലൊക്കെ ഫിഷ് തന്നെ സ്പോൺ ആവുമല്ലേ. കാരണം ഞാൻ ഇത് ആദ്യം വന്ന് നോക്കിയപ്പോൾ ഇവിടെ മീനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മീനൊക്കെ വരുന്നു. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഈ മാഗ്മ ബ്ലോക്ക് ഉണ്ട് എൻ്റെ ഇരിക്കുന്നത്. അത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾ ഉണ്ടാവും. ആ ബബിൾ നമ്മൾ താഴത്തേക്ക് വലിച്ചുകൊണ്ട് വിടാം. അപ്പോൾ നമ്മുടെ ഹെൽത്തും കുറവില്ലേ. ഇതേ പരിപാടി നമുക്ക് മീൻ ഉപയോഗിക്കാൻ പാടില്ലേ. ഹെൽത്ത് കുറയത്തില്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലായിടത്തും ഒന്ന് നിരത്തി അങ്ങ് വെക്കാം. ഇതങ്ങനെ വർക്കാകുമെങ്കിൽ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. വർക്കാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്നെ അതിൻ്റെ നൈറ്റൊക്കെ ആയി. നമുക്ക് രണ്ടാമത്തെ ഡേ ഉറങ്ങി തീർക്കാം. അപ്പോൾ എൻ്റെ കിടിലമായ തലച്ചോറിൽ വേറൊരു ഐഡിയ കൂടെ ഉദിച്ചു. എൻ്റെ ഫർണസിനകത്ത് ഞാൻ വെറുതെ കോൾ കരിച്ച് സ്മെൽറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഫുഡ് മാത്രം. അതിപ്പം എങ്ങനെയെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ എടുത്ത് ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ക്യാമ്പ് ഫയർ ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുക്കായിക്കോളില്ലേ. നമുക്ക് ഫ്യൂവലൊന്നും വേണ്ടല്ലോ. കുക്കായി കഴിയുമ്പോഴത്തേനും പൊട്ടി നമ്മുടെ കയ്യിൽ വന്നോളൂല്ലോ. നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു സംഭവം ചെറുതായിട്ട് വർക്കാകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ 2 മീനെ കിട്ടി. അത് അവിടെ സ്പോണായ മീൻ തന്നെ ചത്തതാണോ എന്നറിയില്ല. എന്തായാലും ഇനി നമുക്ക് ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യണം. മീൻ ഡെഡ് ആകുമ്പോൾ നമുക്ക് ഈ ബോണും കൂടെ കിട്ടും. ഈ ബോൺ നമ്മുടെ ബോൺ മീലാക്കി ട്രീ വളർത്താൻ നല്ല ഉപകാരപ്രദമാണ്. അപ്പം 2 നമുക്ക് ഒറ്റ ഫാമിൽ നിന്ന് കിട്ടും. നല്ല ഉപകാരമായിരുന്നു അതിനൊന്ന് വർക്കാകെ വരുന്നെങ്കിൽ. എൻ്റെ റെക്കോർഡർ പോസാക്കിയൊക്കെ വരുന്നടാ. നീ കണ്ട 16 മീൻ കിട്ടി, ഫിഷ് കിട്ടി. ഇതിനകത്ത് നമ്മളത് വർക്കിംഗ് ആണ്. വേറെന്താ ബോൺ കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നല്ല ലാഭമാണ് കേട്ടോ. നമുക്കിനി ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ഫുഡുണ്ട്. അത്യാവശ്യം ബോണും കിട്ടിയായിരുന്നു. നമ്മളത് ബോൺ മീലാക്കി ട്രീ ഒക്കെ സെറ്റാക്കാൻ ഉപയോഗിക്കാം. കണ്ടാ, നല്ല ഉപകാരമുള്ള ഈ ഫാം. കൊള്ളാം. ഫാം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സാധനം നല്ല ഓപ്പിയാണ് ഈ ഇയർലി ഗെയിമിൽ. ഇനി ഇത് വിശ്വസിക്കാത്തവർക്കാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി മീനൊക്കെ ചത്തതൊക്കെ പിടിച്ച് കാണിക്കാം. അപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. ഞാൻ ഇപ്പോഴാണെന്ന് കൊണ്ടുവന്നത്. ഇത് കിടക്കുന്നുണ്ട്. 3 മീൻ കിട്ടി.
ഒരു ബോണും കിട്ടി. ഒറിജിനലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ശരിക്കും ഇതിങ്ങനെ ജനറേറ്റായി കിട്ടിയതാണ്. എൻ്റെ ബുദ്ധിയേ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമായിരുന്നോ? ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുമോ? വർക്കിങ്ങാ 100% വർക്കിങ്ങാ. അതേണ്ട ഞാൻ കുറേ മരവും നട്ട് ഏത് സംഭവം മീനൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടി. എടാ പിന്നെ ഞാൻ കുറേ നേരം ഇവിടെ ഗ്രൈൻഡൊക്കെ ചെയ്തേ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ ഈ ടെക്സ്ചർ പാക്ക് ഉണ്ടെന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ അതങ്ങ് എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു സർവർ കളിക്കാൻ നല്ല രസമുണ്ടോ. ആ സ്ക്വാഡൊക്കെ കണ്ടോ? ഇതാ മറ്റേ ആക്ഷൻ സ്റ്റഫിലെ പോലത്തെയാണ്. പോലത്തെ ഓക്കെ. അപ്പം വേണ്ട കൈയൊക്കെ ഇടിക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. സർവൈവൽ കളിക്കാൻ നല്ലതാണ്. പക്ഷേ PvPയിൽ ഇട്ട് കഴിഞ്ഞാൽ മുതലാവില്ല. സോ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സർവൈവൽ സീരീസ് ഇതുവല്ലതും ഇട്ടായിരിക്കും കളിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല കിടില സാധനമാണ്. പിന്നെ ഞാൻ കുറേ നേരം ഇവിടെ നിന്നായിരുന്നു. നമ്മുടെ ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ കിട്ടി. ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടിയായിരുന്നു. കുറേ നേരം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ്. പിന്നെ കണ്ടല്ലേ ഇപ്പം തന്നെ കിട്ടി. എൻ്റെ 21 കുറേ മീൻ കിട്ടുന്നുണ്ട്. കുറേ മീൻ കിട്ടും. നമുക്ക് ആവശ്യത്തിന് ഫുഡ് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. വേറെ ഒരു ഫുഡും വേണ്ട ഇപ്പോൾ. പിന്നെ ഫ്യൂൽ അൺലിമിറ്റഡ് ആയതുകൊണ്ട് നല്ല കുക്കിങ്ങും എളുപ്പമാണ്. നമുക്ക് കിട്ടിയ ബോണൊക്കെ വെച്ച് ബോൺ മീലൊക്കെ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ട്രീയൊക്കെ ഒന്ന് വലുതാക്കാം. പിന്നെ നമുക്ക് കുറച്ച് മൈനിങ്ങിനൊക്കെ പോകാം. അതിന് കുറച്ച് അയണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ മൈനിങ്ങിനുള്ള സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് നേരെ മൈനിങ് ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഞാൻ അധികം മിണ്ടാതെ ഇങ്ങനെ നമ്മുടെ സ്പോട്ടിനകത്തേക്കൊന്ന് ഇറങ്ങട്ടെ. 2-3 അടി മതി എല്ലാവരും അടിച്ച് നമ്മൾ ചത്തു പോകാനായിട്ട്. അതേ ഇരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ അയൺ. ഞാൻ മൈൻ ചെയ്തിറക്കട്ടെ. സ്കെൽട്ടൺ കൊച്ചു സോംബി ഇറക്കാം. കൂടെ വെച്ചിറക്കാം. വരുന്നു. കയറി ചെന്നില്ല അതിന് മുമ്പ്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള അയൺ വെച്ച് ഒരു ഷീൽഡ് ഉണ്ടാക്കട്ടെ. എന്നിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നിട്ട് വല്ലതും കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ വരാമേ. ഒന്നും പറയാനുള്ള സാവകാശം പോലും തോന്നില്ല. അങ്ങനെ ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ആദ്യത്തെ മരണം. ഇനി എന്തോരം കിടക്കണം. ഞാനേ ഒരു ടൂളൊക്കെ ആയിട്ട് പോയി അതൊക്കെ ഒന്ന് തിരിച്ചെടുക്കട്ടെ കേട്ടോ. എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാതെ പുറകെ വന്നാണ് പൊട്ടിത്തെറിച്ചത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഷീൽഡ് പിടിക്കാനുള്ള സമയം സാവകാശം പോലും കിട്ടിയില്ല. എന്താ പറയാൻ, ഒരു സാധനം മിസ്സൊന്നും ആയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ മതി ഞാൻ ചെയ്തതൊക്കെ. ഇനി ഞാൻ നേരെ വീട്ടിട്ട് വിടാൻ നോക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ എന്താഴത്തേക്ക് ഐസോട്ട് ഇടാൻ കൊടുത്ത് എന്തിനാണോ എന്തെന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ട്രേഡറും ലാമല്ലേ, അവരൊക്കെ ഒന്ന് ലീഷ് കിട്ടത്തില്ലേ? ഞാൻ ചെന്ന് തട്ടി രക്ഷപ്പെടുത്തിയിട്ട് വരാമേ.
നമുക്ക് ഈ ചെറി ബ്ലോസത്തിൻ്റെ തടിയും കുറച്ച് സാപ്ലിങ്ങും വേണ്ടിയിട്ടുണ്ടോ അതെ. ഈ ചെറി ബ്ലോസൊക്കെ ഒന്ന് ബോൺമേൽ ചെയ്യാം. ആ മീൻ ചത്തതിൻ്റെ ബോൺമേൽ കിട്ടി. അത് നല്ല ഓർഡർ ചെയ്യാണ്. പെട്ടെന്ന് വലുതായി. എന്ത് വിഷപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.